മൈഗ്രെയിൻ ഇന്ന് നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും കോമൺ ആയിട്ട് മാറിയിട്ടുണ്ട്. ചെറുപ്പം മുതൽ വലുപ്പമുള്ള ആളുകൾക്ക് വരെ എല്ലാ സ്ത്രീ പുരുഷന്മാരിലും പൊതുവായിട്ട് കണ്ടുവരുന്ന രോഗമായിട്ട് എന്ത് മാറിയിട്ടുണ്ട്. ഈ ഒരു തലവേദന മാറിയിട്ട് ഇത് വല്ലാത്തൊരു തലവേദനയാണ്. എത്ര മെഡിസിൻ കഴിച്ചിട്ട് എത്ര പെയിൻ കില്ലർ കഴിച്ചാലും എന്ത് ചെയ്യാറില്ല, നമുക്കിത് മാറി കിട്ടാറില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ അടുത്ത് നമ്മളടുത്ത് വന്നിട്ടുള്ള എല്ലാ പേഷ്യൻറ്റിനും വളരെ നല്ല സന്തോഷത്തോട് കൂടി അൽഹംദുലില്ലാഹ് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ കേസുകൾക്കും തലവേദന നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തലവേദന നമുക്ക്, അല്ലെങ്കിൽ മൈഗ്രെയിന് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട്. ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യണം, പേഷ്യൻ്റ് അറിയണം. അതിനനുസരിച്ചിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുക. എന്തുകൊണ്ട് ഇത് വരുന്നു, ഏത് സമയത്ത് ഇത് കൂടുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചിലത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ടാവും, ചിലത് നമ്മൾ നല്ല രീതിയിൽ ചെയ്യേണ്ടത് കൂടുതൽ പരിഗണന കൊടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിന് കൂടെ നമ്മൾ കുറച്ച് മെഡിസിനും കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ പരിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മൈഗ്രെയിൻ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ രോഗം വരുന്നത്, എന്തൊക്കെ അതിൻ്റെ ലക്ഷണങ്ങൾ, ഇത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ കൊടുവള്ളി. ഈ അടുത്ത് 20 വർഷവും 30 വർഷവും മൈഗ്രെയിൻ ഉള്ള ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പറയാറുള്ള, ഡോക്ടർ ഞാൻ ദിവസവും എന്ത് ചെയ്യാറുണ്ട്, പെയിൻ കില്ലർ എടുക്കുന്ന കേസുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ദിവസവും ട്രമഡോൾ പോലെയുള്ള ഇഞ്ചക്ഷൻ IV എടുക്കുന്ന എനിക്ക് തോന്നുന്നു നൈസാണത് അപ്പോൾ അവരെന്നോട് വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്, പെയിൻ കില്ലേഴ്സ് എടുക്കുന്നത്. അതേപോലെ തന്നെ ദിവസം എന്തെങ്കിലും ബാം കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക. അതുപോലെ മറ്റു കാര്യങ്ങൾ നമ്മുടെ ഈ വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റു കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. കുക്കിംഗ് പറ്റില്ല, അവിടെ ക്ലീനിങ് പറ്റത്തില്ല, അലക്കാൻ പറ്റത്തില്ല, ആളുകൾ സംസാരിക്കാൻ പറ്റില്ല, ഒരു പ്രോഗ്രാമിന് പോകാൻ പറ്റില്ല. അങ്ങനെ പലതരത്തിലുള്ള ഡെയിലി ആക്ടിവിറ്റിനെ ഇത് നല്ല രീതിയിൽ ബാധിക്കുന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് എന്തുകൊണ്ട്, എന്താണിത് വരുന്ന റീസൺ എന്നുള്ളത് അറിയണം. ഈ ഉള്ള ഹെഡേക്ക് വന്ന ആളുകളൊക്കെ എൻ്റെ അടുത്ത് വരാറ് എങ്ങനെയാണ്, ഒരുപാട് റിപ്പോർട്ട് ഉണ്ടാവും. ഡോക്ടറെ ബ്ലഡ് നോർമലാണ്, ഹോർമോൺസൊക്കെ വല്ലതും ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് ടെൻഷനായിട്ട് പ്രശ്നങ്ങൾ അങ്ങനെയൊന്നുമില്ല, പിന്നെ അതേപോലെ തന്നെ സീറ്റിങ് കാര്യങ്ങളൊക്കെ സ്കാനിങ് കാര്യങ്ങളെല്ലതും നോർമലാണ് ഡോക്ടറെ, മൈഗ്രെയിനാണ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വരാറുള്ളത്. അപ്പോൾ ഈ കേസുകളിൽ നമ്മളെടുത്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ നമ്മൾ ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെന്താണ്, നല്ല രീതിയിൽ തലവേദന, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, സഹിക്കാൻ പറ്റാത്ത തലവേദന. ചില ആളുകൾ അത് 3 ദിവസമൊക്കെ എന്ത് ചെയ്യും, അത് കണ്ടിന്യൂ ആയിട്ട് വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നല്ല രീതിയിൽ സിവിയർ പെയിൻ ആയിരിക്കും. ഈ വേദന വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ വ്യക്തിക്ക്, ഈ പേഷ്യൻറ്റിന് ലൈറ്റിലേക്ക് നോക്കാൻ പറ്റില്ല, സൗണ്ട് പറ്റത്തില്ല, ഭർത്താവിനോട് ദേഷ്യം, മക്കളോട് ദേഷ്യം, വീട്ടിലേറെ സംസാരിക്കാൻ പാടില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരും. അതുപോലെ തന്നെ റൂമിൽ എപ്പോഴും നമ്മൾ ഇരുണ്ട ഒരു റൂമിൽ ലൈറ്റൊന്നും തട്ടാതെ ചുരുണ്ട് കൂടി കിടക്കാൻ അവർക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷനൊക്കെ പറ്റുള്ളൂ. ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, ആരോടും മിണ്ടുകയും വേണ്ട, അങ്ങനെ ഡൗൺ ആയിരിക്കുന്ന ഒരു കണ്ടീഷൻ വരും എന്നുള്ളതാണ്. അത് മാത്രമല്ല ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ഛർദ്ദിക്കാൻ വരും എന്നുള്ളതാണ്. അത് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർക്ക് നല്ല കംഫർട്ട് ഉണ്ടായിരിക്കും. ആ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് അങ്ങനെ പറയാം, ഛർദ്ദിക്കാൻ വരും, ചിലപ്പോൾ ഞാൻ വിരലിട്ടിട്ടൊക്കെ ഛർദ്ദിക്കും, ഛർദ്ദിച്ച് കഴിഞ്ഞാൽ എന്താണ്, ഞാൻ ഓക്കെയാണ്, പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അതിനായിട്ട് എന്ത് ചെയ്യും, ഞാൻ കൈയിട്ടൊക്കെ ഛർദ്ദിക്കാറുണ്ട് എന്നുള്ളതാണ്. ഒരു മഞ്ഞ വെള്ളം, ചിലപ്പം ഭക്ഷണം കഴിച്ചാൽ ഇതൊക്കെ ആയിരിക്കും എന്ത് പറയുക, ഛർദ്ദിച്ചിട്ട് വരിക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തുകൊണ്ട് എല്ലാ ടെസ്റ്റുകളും നോർമലാണ്, ഈ പറഞ്ഞ ആളുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റുകളും നോർമലായിരിക്കും, എന്നിട്ട് മൈഗ്രെയിൻ ആണ് കേട്ടോ എന്ന് ജസ്റ്റ് പറഞ്ഞു വെക്കും, പിന്നീട് എന്ത് ചെയ്യും, ആ വ്യക്തി പെയിൻ കില്ലർ എടുത്തുകൊണ്ടേ ഇരിക്കുന്ന ഒരവസ്ഥ വരും എന്നുള്ളതാണ്. പക്ഷേ ലേറ്റസ്റ്റ് സ്റ്റഡീസുകൾ പറയുന്നത്, ആ സ്റ്റഡീസ് കിടക്കുന്ന മുന്നോടിയായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. മിക്ക ആളുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഒരു വൊമിറ്റിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നല്ലൊരു ആശ്വാസം ആക്കാനും, വയറിന് ഒരു ആശ്വാസനം, അതേപോലെ തലക്കും നല്ല രീതിയിൽ കംഫർട്ട് കിട്ടും, തലവേദനയ്ക്ക് നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു വയറിൽ നിന്നൊരു ചെറിയൊരു ഒരു സെൻസേഷൻ വരുന്ന സമയത്ത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കംഫർട്ട് അവിടെ നമുക്ക് കിട്ടുന്ന സമയത്ത് എന്തുകൊണ്ട് നമ്മുടെ തലവേദന മാറുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നത് നമ്മുടെ ഗട്ട് ബ്രെയിൻ ആക്സിസ്, ഈ ഒരു ആക്സിസ് ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവനൊരു പ്രശ്നമില്ല. അത് പ്രോപ്പർ ആകുന്ന സമയത്ത്, അത് ഇംപ്രോപ്പർ ആകുന്ന സമയത്താണ് മിക്ക ആളുകൾക്കും മൈഗ്രെയിൻ പോലെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാറുള്ളത്. ഞാൻ സിമ്പിളായിട്ട് കുറച്ച് ഉദാഹരണങ്ങൾ പറയാം.
ചില ആളുകൾക്ക് ഉറക്കം ലേറ്റായി കഴിഞ്ഞാൽ തലവേദന വരാറുണ്ട് അല്ലേ. അതേപോലെ തന്നെ സമയത്തിൻ്റെ ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹെഡേക്ക് വരാറുണ്ട്, മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് റീസൺസുകളുണ്ട്. ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ എന്ത് ചെയ്യും, തലവേദനയും വയറുവേദനയും പ്രശ്നങ്ങൾ നല്ല രീതിയിൽ വരും എന്നുള്ളതാണ്. ഇനി മൈഗ്രെയിൻ ഉള്ള ആളുകളെ നമ്മൾ കണ്ടീഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഗ്യാസിന് നല്ല രീതിയിൽ പ്രയാസം ഉണ്ടാവും, സമയത്തിന് ഫുഡ് കഴിക്കൂല, ടെൻഷൻ നല്ലോണം ഉണ്ടായിരിക്കും, നല്ല ആങ്സൈറ്റി കൂടുതലായിരിക്കും, ഉറക്കക്കുറവ് നല്ലോണം ഉണ്ടായിരിക്കും, മുടി കൊഴിച്ചിൽ നല്ലോണം ഉണ്ടായിരിക്കും, തടി ചിലപ്പോൾ ചില ആളുകൾ നല്ലോണം ഭക്ഷണം കഴിക്കാതെ തടിക്കുന്ന ആളുകളുണ്ട്, ചില ആളുകൾ ഭക്ഷണം എത്ര കഴിച്ചിട്ടും തടിക്കാത്ത ആളുകളുണ്ട്. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് തരത്തിലാണ്, രണ്ട് തരത്തിലുള്ള ബോഡികളാണ്. പക്ഷേ രണ്ട് കാരണത്താൽ എന്ത് ചെയ്യാറുണ്ട്, ഈ മൈഗ്രെയിന് രണ്ട് പേരിലും മൈഗ്രെയിന് കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള കാരണം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലതും നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ട്രൈജമിനൽ നെർവ്, അതേപോലെ തന്നെ അവിടെ നമ്മുടെ തലച്ചോറിലുള്ള വെസൽസുകൾ, രക്തക്കുഴലുകളുടെ ഡയലേഷനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നെർവിന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന പല കാരണങ്ങളും ഇതിലൂടെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ്. അത് നമ്മൾ സമയത്തിന് ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്ത്, ടെൻഷൻ കൂടുതൽ അടിക്കുന്ന സമയത്ത് നമ്മുടെ ഗട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ കൂടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഗട്ടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേവലം നമ്മൾ ഭക്ഷണം കഴിക്കുക, അതിനെ ദഹിപ്പിക്കുക, നമ്മൾ അബ്സോർബ് ചെയ്യുക, അത് മലയായിട്ട് പുറം തള്ളുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഇമ്മ്യൂണിറ്റി നിലനിർത്താൻ, നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന പലതരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അത് കെമിക്കൽസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള ഗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വയറ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ബ്രെയിനിൽ പെട്ടെന്ന് ഇൻഫ്ലമേഷൻ ഉണ്ടാകാനും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് ഒരു അബ്നോർമൽ പ്രസൻസിലൂടെയൊക്കെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ പെയിൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാസ് ഉള്ള ആളുകളുടെ കേസ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള മൈഗ്രെയിൻ ആയിട്ട് പിന്നീട് എന്ത് ചെയ്യും, പെട്ടെന്ന് കൺവേർട്ടഡ് ആയിട്ട് മാറുന്നു എന്നുള്ളത്. അതേപോലെ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ വയറിനൊരു ആശ്വാസം കിട്ടുമ്പോൾ തലവേദനയ്ക്ക് എന്ത് ചെയ്യും, ഒരു ആശ്വാസം കിട്ടും എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ ഇങ്ങനെ യാത്രയാണ്, ഞാൻ പൊതുവേ ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ചില പേഷ്യൻസിനൊക്കെ പൊതുവായിട്ട് പറയുന്നൊരു സംഗതിയാണ്. നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ബൈക്കും അങ്ങനെ പോകുകയാണെന്ന് കരുതുക, പെട്ടെന്ന് ഒരു പൂച്ച നമ്മുടെ മുന്നിൽ ചാടി, എന്തെങ്കിലും ഒരു മൃഗം നമ്മുടെ മുന്നിൽ ചാടി, പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് പിടിക്കും അല്ലേ. ഈ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മൾ പേടിച്ചിട്ട് വയറൊന്ന് കാളും അല്ലേ, ഉള്ളിൽ നിന്നൊരു കാളിച്ച് വരും. പക്ഷെ നമ്മൾ കണ്ണാണ് കണ്ടത്, പക്ഷെ കാളിയത് എവിടെയാണ്, വയറാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ ചില ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്, ടെൻഷൻ മാറാൻ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ബ്രെയിന് അല്ലെങ്കിൽ ആക്ടിവിറ്റീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റായിട്ട് നമ്മുടെ സ്റ്റൊമക്കിനെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന ഒരു ആക്സിസ് ഉണ്ട്. ഗട്ട് ഓക്കെ ആണ്, നമ്മുടെ വയറ് ഓക്കെ ആണോ, ബ്രെയിൻ ഹെൽത്തിയാണ്. ബ്രെയിൻ ഓക്കെ അല്ലേ എങ്കിൽ പിന്നെ നമ്മുടെ ഗട്ടും ഓക്കെ ആയിരിക്കില്ല എന്നുള്ള. അപ്പോൾ ടെൻഷൻ കൂടുമ്പോൾ വയറിൽ ഗ്യാസ് നല്ലോണം കൂടും, വയറിൽ നല്ല ഇൻഫ്ലമേഷൻ എങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉറക്കമില്ലാത്ത പ്രശ്നവും അതേപോലെ മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങളൊക്കെ, തലവേദനയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ള. ഈ ഗട്ടിൻ്റെ കേസിൽ തന്നെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ബയോസിസ് വളരെ ഫാക്ടറാണ്. അത് ഡിസ്ബയോസിസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗട്ടിൽ ഒരുപാട് കുടലുകളിൽ ഒരുപാട് നല്ല ബാക്ടീരിയകളുണ്ട്, നമ്മുടെ ഭക്ഷണത്തെ ദഹിപ്പിക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി നിലനിർത്താൻ, ഒരുപാട് നല്ല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നമ്മുടെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഗുണകരമായിട്ട് ലഭിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല ബാക്ടീരിയകളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സമയത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല, കരിച്ചതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, കൂടുതൽ തോന്നിയതുപോലെ ആൻറ്റിബയോട്ടിക് എടുക്കുക, ഇങ്ങനെ ഒരു ഇംപ്രോപ്പർ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ നല്ല ബാക്ടീരിയകളൊക്കെ ചത്തുപോകാൻ തുടങ്ങും. അവിടെ വേണ്ടാത്തതായിട്ടുള്ള മോശപ്പെട്ട ബാക്ടീരിയകൾ വളരുകയും ഈ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിന് വേണ്ട ഇമ്മ്യൂണിറ്റി കുറയും. അതേപോലെ അവിടെ ഇൻഫ്ലമേഷൻ കുടലിൽ നല്ല രീതിയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് ഡിസ്ബയോസിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ലീക്കി ഗട്ട് എന്ന് പറയുന്നൊരു കണ്ടീഷൻ അവിടെ ഉണ്ടാകാറുണ്ട്. അതായത് നമ്മുടെ കുടലിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു പ്രോപ്പർ ലൈഫ് സ്റ്റൈലൊന്നും ഇല്ല, തോന്നിയതുപോലെ വാരി വലിച്ചു തിന്ന കരിച്ചതും പൊരിച്ചതും വറുത്തതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ കുടൽ എന്ത് ചെയ്യും, ഇൻഫ്ലമേഷൻ വരും. കുടലിൽ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മെറ്റീരിയൽസുകൾ, ടോക്സിൻസുകൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലേക്ക്
പ്രവേശിക്കാൻ തുടങ്ങും. TN-alpha പോലെയുള്ള IL-3യും 16ഉം 9ഒക്കെ അടങ്ങിയിട്ടുള്ള ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ഒക്കെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും നമ്മുടെ ബോഡിയിൽ. അത് ഈ പറഞ്ഞതുപോലെ ഗട്ട് ബ്രെയിൻ ആക്സസിലൂടെ നമ്മുടെ ബ്രെയിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടെന്നത് തന്നെയാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളിലും തലവേദനയുടെ മൈഗ്രെയിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനൊരു പ്രധാന റീസൺ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ വയറിനെ നിങ്ങൾ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് കൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ഈ മൈഗ്രെയിനെ കുറക്കാൻ പറ്റും. യാതൊരു സംശയവും ഇല്ല, 100%. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സമയത്തിന് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഏത് വിരുന്നിന് പോയാലും ഏത് തിരക്കിൽ പോയാലും എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം വേഗം ആരും ഒരാണ്ടെങ്കിലും കഴിക്കാൻ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങി കഴിക്കാനും നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. 2, ചില ഭക്ഷണങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ട്രിഗറിങ് ഉണ്ടാകും. ഞാൻ പൊതുവെ പറയുന്ന ഭക്ഷണങ്ങളാണ്. ഒന്ന്, നേന്ത്രപ്പഴം ഒഴിവാക്കുക എന്ന് പറയും. അതേപോലെ തന്നെ കരിച്ചത് പൊരിച്ചത് വറുത്തതുമായിട്ടുള്ള നോൺ വെജ് ഭക്ഷണങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഒഴിവാക്കുക എന്ന് പറയുന്നത്. നോൺ വെജ് പരമാവധി ഒഴിവാക്കണം ഏറ്റവും ഉചിതം. അതേപോലെ 3ാമത് ഞാൻ പറയുന്നതാണ് ഈ മുരിങ്ങയുടെ ഇല നമ്മൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ളത്. അതേപോലെ തന്നെ ഞാൻ പറയുന്ന പാവക്ക ഒഴിവാക്കണം എന്ന് പറയാറുണ്ട്. ചില ആളുകളോട് ഈത്തപ്പഴം കഴിക്കരുതെന്ന് പറയാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് അതേപോലെ പഴുത്ത മാങ്ങയും ഞാൻ ഒഴിവാക്കാൻ പറയാറുണ്ട്. കാരണം ഇത് മിക്ക ആളുകളും നല്ല രീതിയിൽ ട്രിഗറിങ് ഉണ്ടാക്കാറുണ്ട്. ഗ്യാസിൻ്റെ പ്രശ്നം കൂട്ടും, അതേപോലെ ഈ പറഞ്ഞ പോലെ മൈഗ്രെയിൻ്റെ പ്രശ്നം കൂട്ടാറുണ്ട്. അതേപോലെ ഞാൻ ഇവരോട് പറയുന്ന വേറൊരു സംഗതി, നിങ്ങൾ യോഗട്ട് ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ഉൾപ്പെടുത്താൻ പറയും. യോഗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുളിയില്ലാത്ത നല്ല കട്ടത്തൈര്, അതിൽ എന്തുണ്ട്, നല്ല ബാക്ടീരിയകളുണ്ട്. ഇത് നല്ല രീതിയിൽ നമ്മുടെ വയറിനെ കാമാക്കാനും ആ വയറിൽ ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയയുടെ പ്രസൻസ് നല്ല രീതിയിൽ കൊണ്ടുവരാനൊക്കെ എന്ത് ചെയ്യും, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ നമ്മൾ സഹായിക്കുന്നൊരു ഘടകമാണ്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കുക, സമയത്തിന് ഉറങ്ങാൻ കിടക്കുക എന്നുള്ളത്, അൺവാണ്ടഡ് തോട്ട്സുകളൊക്കെ ഒഴിവാക്കുക, മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ നമ്മൾ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് കൊണ്ടുപോവുക. അതിനെ കൂടെ കുറച്ചൊരു മെഡിസിൻ, ആ വയറിലുള്ള ഇൻഫ്ലമേഷൻ കുറക്കാനുള്ള മെഡിസിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ശതമാനം, ഇത് 30 വർഷമാകട്ടെ 40 വർഷമാകട്ടെ, നിങ്ങൾ തലവേദന നല്ല രീതിയിൽ മൈഗ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ ഒരു കാര്യം പറയട്ടെ, ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് മൈഗ്രെയിൻ വരാറുണ്ട്. എസ്പെഷ്യലി സ്ത്രീകളിലാണ് കണ്ടുവരാറുള്ളത്. അതായത് ഈസ്ട്രോജൻ റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, മൈഗ്രെയിൻ ഉണ്ടാക്കാറുണ്ട്. മെൻസ്ട്രൽ റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്നതാണ്. മെൻസസ് വരുന്നതിന് മുന്നോടിയായിട്ട് നല്ല സിവിയർ പെയിൻ വരിക, മൈഗ്രെയിൻ വരിക എന്നുള്ളത്. അതെന്ത് ചെയ്യണം, നമ്മൾ അതിനനുസരിച്ചിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് മൈഗ്രെയിൻ മറ്റൊരു റീസൺ കൂടെ ഉണ്ട്, ഡീഹൈഡ്രേഷൻ. വെള്ളം തീരെ കുടിക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ തലവേദന സിവിയർ ആയിട്ട് വരും. അങ്ങനെ ഡീഹൈഡ്രേഷൻ ഉള്ള ആളുകൾ ദിവസം നിങ്ങളൊരു 2-2.5 ലിറ്റർ വെള്ളം തീരെ കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നല്ല വെള്ളം കുടിക്കുക എന്നുള്ളത്. അതേപോലെ മറ്റൊരു റീസൺ നമ്മൾ ശ്രദ്ധിക്കണം, മഗ്നീഷ്യം നിങ്ങളുടെ ബോഡിയിൽ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മഗ്നീഷ്യം റീച്ച് ആയിട്ടുള്ള സീഡ്സുകൾ, നട്ട്സുകളൊക്കെ എന്ത് ചെയ്യുക, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലതും മൈഗ്രെയിൻ ഉള്ള ആളുകൾ നിർബന്ധമായിട്ട് കേൾക്കേണ്ടതാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കൂടെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ നിങ്ങളുടെ വേദനയുടെ ഇൻറ്റൻസിറ്റി കുറയും. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവില്ലേ, അത് പണ്ടത്തെ അത്ര വേദന ഉണ്ടാവില്ല, പിന്നെ അങ്ങനെ കുറഞ്ഞ് വരും. പിന്നെ അതേപോലെ ചില ആളുകൾക്ക് എപ്പിസോഡ് കുറയും. എപ്പോഴുണ്ടാകുന്ന ഒരു ലെങ്ത്ത്, ഇപ്പോൾ രാവിലെ തുടങ്ങിയതാണെങ്കിൽ വൈകുന്നേരം വരെ ഉണ്ടാവുന്ന ആ ഒരു വേദന എന്ത് ചെയ്യും, രാവിലെ ഉണ്ടായാൽ തന്നെ ഒരു 10 മിനിറ്റോട് നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെ മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും. നിങ്ങളുടെ മൈക്കിൻ്റെ തലയുടെ വേദനയും കുറയും, വയറിൻ്റെ ഗ്യാസ്ട്രിക് ഇഷ്യൂസുകളും മെല്ലെ മെല്ലെ കുറഞ്ഞു വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ട്രീറ്റബിളാണ്. നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാം. നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ കൂടെ തന്നെ സപ്പോർട്ടീവ് മെഡിസിനും കുറച്ച് നിർദ്ദേശങ്ങളും പ്രോപ്പറായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ നമുക്ക് 100% തന്നെ മാറ്റിക്കൊണ്ട് വരാൻ പറ്റും, യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ട്രിഗറിങ് ഫാക്ടേഴ്സൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെ ഭക്ഷണം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിക്കുമ്പോൾ തന്നെ അത് ഓക്കെ ആവും. അതേപോലെ തന്നെ നല്ല രീതിയിൽ മല്ലി തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഷായം പോലെ ഒന്നും ഉണ്ടാക്കണ്ട, ജസ്റ്റ് എന്താ ജീരകവെള്ളം ഉണ്ടാക്കുന്ന പോലെ മല്ലി ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ് നല്ല രീതിയിൽ കിട്ടും, നല്ലൊരു കാംനെസ് കിട്ടും. കൂടുതലാകരുത് കേട്ടോ, കഷായം പോലെ വറ്റിച്ചിട്ടൊന്നും കുടിക്കരുത്. ജസ്റ്റ് എന്ത് ചെയ്ത് നമ്മൾ മല്ലി ഇട്ടിട്ട് ജീരകവെള്ളമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വയറിന് നല്ലോണം ഹെൽപ്പ് കിട്ടുന്നതാണ്. നല്ല രീതിയിൽ വയറിൻ്റെ അസ്വസ്ഥതയും മാറും, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ മാറും, അതേപോലെ തന്നെ മൈഗ്രെയിന് നല്ല ആശ്വാസം കിട്ടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്, ഇത് മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ, സംശയം ഉണ്ടായിരിക്കും. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് മടുത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സംശയം കാര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക്